ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സാധ്യതയുള്ള ആ രണ്ട് ചോദ്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റാക്കുന്നത്. റെഡിയല്ലേ? നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, റെഡിയാണോ? ഇനിയും തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ഷുവർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ എല്ലാ സബ്ജക്റ്റും ചെയ്യുന്നുണ്ട്, കണ്ടെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കുക, അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിന്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിന്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? മണിയനീച്ചയുടെ ചലനവും ശബ്ദവും ഒട്ടും സുഖകരമല്ല എന്ന് മാത്രമല്ല, അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ്. ഉത്തരം നോക്കുക, മണിയനീച്ചയുടെ ചലനവും ശബ്ദവും ഒട്ടും സുഖകരമല്ല എന്ന് മാത്രമല്ല, അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ്. ഇവിടെ നജീബിന്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു പരാമർശം കൊണ്ട് വന്നിരിക്കുന്നത്. ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നജീബിന് ഈ അവസ്ഥ ഉളവാക്കിയത്. അർബാബിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, മണിക്കൂറുകൾ നീണ്ടുനിന്ന വിശ്രമമില്ലാത്ത യാത്ര, കത്തുന്ന വിശപ്പും ദാഹവും എല്ലാം കൂടി ചേർന്ന് നജീബിന് ആശങ്കയും ഭീതിയും ഉളവാക്കിയെന്ന് ഈ പരാമർശത്തിലൂടെ മനസ്സിലാക്കാം. സെറ്റാണല്ലോ? സെറ്റ്. മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം. കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിന്റെ വലുപ്പം. താജിൽ വീണ്ടും എന്ന കൃതിയിലൂടെ പരാമർശിക്കുന്നതാണ് സച്ചിദാനന്ദൻ. ഈ കവിതാഭാഗത്തെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്കുക, ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ നജീബിന്റെ അനുഭവങ്ങളാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത്. താജിൽ വീണ്ടും എന്ന കവിതയിലൂടെ മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകം നീരുറവയുടെ ആവശ്യവും ആഴവും തിരിച്ചറിയുന്നു എന്നും, സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത തവള കടലിന്റെ വലിപ്പവും സ്വാതന്ത്ര്യവും സ്വപ്നം കാണുന്നുവെന്നും അവതരിപ്പിച്ചിരിക്കുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും അസ്വാതന്ത്ര്യങ്ങൾക്കിടയിലും നല്ല പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുന്നത് കവിതയിൽ കാണാം. അതുപോലെ പ്രയാസങ്ങൾക്കിടയിലും നജീബിന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും പാഠഭാഗത്ത് കാണുന്നു. യാത്രയിലുടനീളം അനുഭവിച്ച പ്രയാസങ്ങൾ, അർബാബിന്റെ മോശമായ പെരുമാറ്റം, ഇതെല്ലാമാണ് ആദ്യ ദിനം തന്നെ നജീബിന് നേരിടേണ്ടി വന്നത്. ദുരിതങ്ങൾക്കിടയിലും അർബാബിന്റെ കയ്യിൽ തന്റെ ജീവിതം സുരക്ഷിതത്വവും ശോഭനവുമാണെന്ന് നജീബ് കരുതുന്നു. സെറ്റാണല്ലോ? വീഡിയോ ഒരു തവണ കാണുക, സെറ്റായിട്ടെങ്കിൽ ഒന്നുകൂടി കാണുക. മക്കളെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.